എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സുറുമെഴുതിയ മിഴികളെ എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. ചരണം അനുപല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെയാണ്. അപ്പോൾ ചരണം പ്രത്യേകിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ഈ ഗാനത്തിൽ എൻ്റെ ഗുരുക്കളായ വെസ്റ്റേൺ ഗുരുക്കളായ ശ്രീ എമിൽ മാസ്റ്റർ, അതായത് എമിൽ ഐസക്സും ശ്രീ റെക്സ് മാസ്റ്റർ റെക്സ് ഐസക്സും ഇതിൽ ഈ റെക്കോർഡിങ്ങിൽ ഫിലിം റെക്കോർഡിങ്ങിൽ വായിച്ചിട്ടുണ്ട്. എമിൽ മാസ്റ്റർ ഗിറ്റാറും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശ്രീ റെക്സ് മാസ്റ്റർ വയലിനും ഈ ഗാനത്തിൽ വായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മദ്രാസിലെ ഹിന്ദുസ്ഥാനി ഗുരുജി ശ്രീ ഗുണസിംഗ് സാറും ഈ പാട്ടിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് വായിച്ചിരിക്കുന്നത് ഗിറ്റാറിൽ ആ ഒരു പീസ് വായിച്ചിരിക്കുന്നത് എൻ്റെ ഗുരു ശ്രീ എമിൽ മാസ്റ്ററാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ ഗ ഗ ഗ പ ഗ രി സ. ഗ വായിക്കുമ്പോൾ ചെറിയ ഗായിന്ന് ടച്ച് എടുത്താണ് ഗ ഗ ഗ ഗ ഗ ഗ ഗ എന്ന് വായിക്കണം. ഗ ഗ ഗ ചെറിയ ഗ വലിയ ഗ ഗ ഗ ഗ ഗ പ ഗ രി സ രി രി ഗ രി സ ദ മ രി രി ഗ രി സ ദ മ രി രി ഗ രി സ ദ മ. അപ്പൊ ഗ ഗ ഗ ഗ പ ഗ രി സ രി രി ഗ രി സ ദ മ. ഫ്ലൂട്ട് ഇങ്ങനെ വായിക്കാം. ഒന്നൊരു വായിക്കാം. അത് കണ്ട് പിന്നെ പ പ ദ സ പ ദ സ താഴത്തെ പ പ പ ദ പ പ ദ സ പ ദ സ ഗ പ ഗ രി ഗ ഗ പ ഗ രി ഗ 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 അങ്ങനെ വെച്ചിരിക്കുന്നത്. വലിയ ഗ ചെറിയ ഗ വലിയ ഗ ചെറിയ ഗ വലിയ ഗ ഗ പ ഗ രി ഗ ഗ ഗ ഗ ഗ. അപ്പൊ പ പ ദ സ പ ദ സ ഗ പ ഗ രി ഗ ഗ ഗ ഗ. ഒന്നുകൂടി വായിക്കാം. അപ്പൊ ആ 4 ബാർ ഞാൻ ഗിറ്റാറിന്റെ സോളോ ചേർത്ത് വായിക്കാം. ഒന്നുകൂടി വായിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ താഴെ കൗണ്ടറായിട്ട് വയലിൻസ്, ഗ്രൂപ്പ് വയലിൻസ് വരും. അതിൽ എൻ്റെ ഗുരുജി റെക്സ് മാസ്റ്റർ വായിച്ചിട്ടുണ്ട്. സ സ ഗ സ ദ പ ദ ദ മ രി സ 2 3 സ ഗ സ ദ പ സ 2 3 3 ബീറ്റ് സ സ ഗ സ ദ പ ദ 2 3 ദ മ രി ഗ മ പ സ രി ഗ പ ദ സ ഗ മ പ സ താഴത്തെ സ വരും മന്ത്രസായി ഗ മ പ സ രി ഗ പ ദ സ. അപ്പൊ വയലിൻ ചേർത്ത് പറയാം. സ സ സ ഗ സ ദ പ ദ ദ മ രി ഗ മ പ സ രി ഗ പ ദ സ. ഒന്നുകൂടി പറയാം. സ സ ഗ സ ദ പ ദ ദ മ രി പ ഗ മ പ സ രി ഗ പ ദ സ. ഫ്ലൂട്ടിൽ വായിച്ച് കാണിക്കാം.
എന്നിട്ട് വായിക്കാം വയലിൻസ് കൗണ്ടർ. ആ എൻഡിലായിട്ട് ഫ്ലൂട്ടിന്റെ ഒരു ചെറിയൊരു ഫില്ലിങ് വരും, ഒരു ഫില്ലിങ് വരും. പദ സദ 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 പദ സരിഗമ സദ പദ സരിഗമ 1 2 3 1 2 സദ പദ സരിഗമ അങ്ങനെ ഒരു സാധനം വരും. സദ സ അതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ ഒന്നുകൂടി അത്ര ഞാൻ പറയാം, ഫ്ലൂട്ടിന്റെ ആ ഫില്ലിങ് അടക്കാം. അങ്ങനെ വരും. ഇതിന്റെ കൂടെ തന്നെ വയലിനും വരും. അത് ഞാൻ പിന്നെ പിയാനോണ്. മദ 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 നിധി 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 ഗമ പഴു തന്നെ. മദ 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 നിധി 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 ഗമ ദസ ദസ ദ മ പദ ഗമ പ ദസ ദസ ദ മ പദ ഗമ പ അത്രയും വരും. അപ്പോ പിയാനോ ഫുള്ള് ഇത്രയും പിയാനോ വായിക്കുമ്പോൾ, അതായത് പിയാനോയുടെ ഫസ്റ്റ് ബീജിയിലുള്ള അതേ പീസ് തന്നെയാണ് സെക്കൻഡ് ബീജിലും. അതിൽ 2 പാറുണ്ട്. ദസ ദസ ദ മ പദ ഗമ പ എന്ന് വായിക്കുമ്പോൾ അതിന്റെ കൂടെ ഫ്ലൂട്ടും കൂടി വരും. ദസ ദസ ദ മ പദ ഗമ പ ഗ സ പ ദ സ ഗ. ആ ദാസ ദസ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്ലൂട്ട് കൂടി ചേർന്നിട്ട് ദസ ദസ ദ മ പദ ഗമ പ ഗ സ പ ദ സ ഗ അങ്ങനെ ഒരു ഫ്ലൂട്ട് പറയാം. ഒന്നിട്ട് വായിക്കാം. ദസരിഗ ഗ സ പ ദ സ ഗ എന്ന് വായിക്കുമ്പോൾ അതിന്റെ മേലെ മാത്രം ഗ്രൂപ്പ് വയലിൻ സരിഗ എന്ന് വരും. അവസാനത്തെ ഗ സ പ ദ സ ഗ അതിന്റെ മേലെ സരിഗ. വയലിനും ആ താർഷേണ എന്ന് പറഞ്ഞ സിത്താർ പോലെയുള്ള ഫ്രെറ്റ് ബോ വെച്ച് വായിക്കുന്ന ആ ഇൻസ്ട്രുമെന്റും ഒരുമിച്ച് വായിച്ചിരിക്കുന്നത് സരിഗ. അപ്പൊ സാരിക എന്നുള്ളത് വയലിൻസും താർഷേണായി. ഫ്ലൂട്ട് അതിന്റെ മേലെ ഗ സ പ ദ സ ഗ എന്ന് വരും. അപ്പൊ ഞാനെന്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാർ വായിക്കാം, അതുകൊണ്ട് പിയാനോ വായിക്കാം. ഗിറ്റാറും വയലിനും കൂടി ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല. അതിന് ഗിറ്റാർ വായിക്കാം, അതിന് വയലിൻ വായിക്കാം, പിന്നെ ഫ്ലൂട്ടിന്റെ പീസും വായിക്കാം. പിയാനോയുടെ കൂടെ ചേർന്ന് വന്ന് പിന്നെ ഫ്ലൂട്ട് മാത്രമായിട്ട് പോകുന്ന പോർഷൻ. അപ്പോൾ അങ്ങനെ ഫ്ലൂട്ട് അവിടെ പോകും. അതുകൊണ്ട് പിയാനോ അതുകൊണ്ട് ഫ്ലൂട്ട് പിയാനോ കൂടി അതിന്റെ മേലെ വയലിൻ അങ്ങനെ വരും. ആദ്യത്തെ ഗിറ്റാറിന്റെ കൂടെയുള്ള വയലിൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ എല്ലാം കൂടി ചേർത്ത് വായിക്കും. ഇതാണ് ഇതിന്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഞാൻ ഒന്നുകൂടി ഇത് വായിക്കാം പൂർണ്ണമായിട്ട്. അത് കഴിയുമ്പോൾ അനുപല്ലവി അതേ ട്യൂൺ തന്നെ ചേരണം. ഒരു കിനാവിൻ ചിറകിലേറി അത് അതേ അനുപല്ലവിയുടെ ജാലകത്തിരശീല നീക്കി അതേ ട്യൂൺ തന്നെ വരും. ആ ലിംഗം അങ്ങനെ തന്നെ വരും.
ഇത് കഴിഞ്ഞിട്ട് അവസാനം സുറുമെഴുതിയ മിഴികളെ ഒരു തവണ വരും, ഫുള്ള് വന്നിട്ട് സുറുമെഴുതിയ മിഴികളിൽ ഫസ്റ്റ് ലൈൻ ഒന്നുകൂടി പാടി നിർത്തും. അപ്പം ഞാൻ ഈ ചരണം കൂടി വായിക്കാം. ഒരു കിനാവിൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് അടക്കം വായിക്കാം. 1 2 3 1 2 3. അവസാനം വരുമ്പോൾ സുറുമയെഴുതിയ മിഴികളെ, അതിന്റെ സ്വരം ഗപദസരി ഗമദപമഗരി സനിദാസ ഗമദപമഗരി സനിദാസ മിഴികളെ ഗമദപമഗരി സനിദാസ. ഈ നീടെ സ്വരം ടച്ച് സനിദാസ. ഇതാണ് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും. ചരണം നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ, അവസാനത്തെ പല്ലവി ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ എന്നെ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കണം. അതിനോടൊപ്പം എന്നെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു.